ഹായ് ഫ്രണ്ട്സ്, പ്രപ് സ്കെയിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുടെ HSST നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. HSST എക്സാമിന് നിങ്ങളെല്ലാവരും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടാവും. HSST സുവോളജി എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട റഫറൻസ് ബുക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. HSST സുവോളജി സിലബസിലെ ആദ്യത്തെ 6 മോഡ്യൂളുകളിലായിട്ടാണ് നമ്മുടെ കണ്ടൻറ്റ് പൂർണ്ണമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്തെ ഓരോ മോഡ്യൂളിലെയും സബ്ജക്റ്റ് ഏരിയകളും അതിനകത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട റെഫറൻസ് ബുക്കുകളുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ കണ്ടൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിസ്റ്റമാറ്റിക്സ് അതുപോലെ എവല്യൂഷണറി ബയോളജി എന്ന് പറയുന്ന ഈ 2 സബ്ജക്റ്റ് ഏരിയകളാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക്സ് അതുപോലെ എവല്യൂഷണറി ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട റെഫറൻസ് ബുക്കുകളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഒരു ബുക്കാണ് ആനിമൽ ഡൈവേഴ്സിറ്റി. ഈ ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ബുക്ക് നമ്മുടെ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ഹിക്മാൻ്റെ ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ബുക്കാണ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതായത് പ്രധാനപ്പെട്ട ആനിമൽ ഫൈലംസ്, എവല്യൂഷണറി റിലേഷൻഷിപ്പുകൾ, മോർഫോളജി, ഫിസിയോളജി, ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ കോൺസെപ്റ്റുകളെല്ലാം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ആനിമൽ ടാക്സോണമി. നമ്മുടെ ഒരു ഇന്ത്യൻ ഓതറുടെ ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ആനിമൽ ടാക്സോണമി ബൈ വർമ്മ. നമ്മുടെ ഈ സിസ്റ്റമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ആനിമൽ സിസ്റ്റമാറ്റിക്സ്, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ടാക്സോണമിക് മെത്തേഡ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ബുക്കിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടൻ്റ് എല്ലാം നിങ്ങൾക്ക് ഈ പുസ്തകങ്ങളിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കും. നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ അടുത്തതായിട്ട് വരുന്ന ഭാഗമാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എവല്യൂഷൻ്റെ ഒരു സിലബസൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ എവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ സിലബസിൽ പറയുന്ന എല്ലാ ഏരിയകളും നിങ്ങൾക്ക് തയ്യാറെടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെഫറൻസ് ബുക്കാണ് നമ്മുടെ ഈ സ്ട്രിക് ബർഗേഴ്സിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്ന ഈ ബുക്ക്. ഇതിനകത്ത് നമ്മുടെ എവല്യൂഷൻ്റെ കോൺസെപ്റ്റുകളെല്ലാം സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ടുള്ള എല്ലാ ഐഡിയാസും വളരെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് പോപ്പുലേഷൻ ജെനറ്റിക്സ് ടു മാക്രോ എവല്യൂഷൻ, അതുപോലെ ഫൈലോജെനറ്റിക്സ്, ഈ പറയുന്ന കോൺസെപ്റ്റുകളെല്ലാം ഇതിനകത്ത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു റെഫറൻസ് ബുക്കാണ് ഡഗ്ലസിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. എവല്യൂഷൻ ഇതിനകത്തും നമ്മുടെ സിലബസിൽ പറയുന്ന എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സിലബസ് അനുസരിച്ച് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തരത്തിലുള്ള റെഫറൻസ് ബുക്കുകൾ തന്നെ മാക്സിമം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്കൊരു കോൺസെപ്റ്റ് അത്രയും ഈസി ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നല്ലൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ എവല്യൂഷൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഈ പറയുന്ന റെഫറൻസ് ബുക്കുകൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. ഇനി നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലേക്ക് വരാം. നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ ഫിസിയോളജിയും ബയോകെമിസ്ട്രിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ സിലബസിനകത്തെ വലിയൊരു ഏരിയയാണ് ഈ ഫിസിയോളജിയും അതുപോലെ ഈ ബയോകെമിസ്ട്രി. അപ്പോൾ നമ്മൾ ഫിസിയോളജി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട റെഫറൻസ് ബുക്കുകളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഗാനോങ്സ് റിവ്യൂ ഓഫ് മെഡിക്കൽ ഫിസിയോളജി. നമ്മൾ ഫിസിയോളജി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബുക്കാണ് ഗാനോങ്സിൻ്റെ റിവ്യൂ ഓഫ് മെഡിക്കൽ ഫിസിയോളജി എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. നമ്മുടെ ഫിസിയോളജിക്കകത്ത് നമ്മുടെ കംപ്ലീറ്റ് ഓർഗൻ സിസ്റ്റംസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ ഓരോ സിസ്റ്റമായിട്ട് എടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റിവ്യൂ ഓഫ് മെഡിക്കൽ ഫിസിയോളജി എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം നമ്മൾ ഫിസിയോളജിയുടെ എല്ലാ ഭാഗവും അതിനകത്ത് വളരെ സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിസിയോളജി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ബുക്കാണ് നമ്മുടെ ഗൈറ്റൺ ആൻഡ് ഹാളിൻ്റെ മെഡിക്കൽ ഫിസിയോളജി എന്ന് പറയുന്ന ഈ ഒരു റെഫറൻസ് ബുക്ക്. ഗൈറ്റൺ ആൻഡ് ഹാൾ ടെക്സ്റ്റ് ബുക്ക് ഓഫ്
മെഡിക്കൽ ഫിസിയോളജി. നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിക്കൽ സിസ്റ്റംസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെല്ലുലാർ മെക്കാനിസം മുതൽ ഇൻ്റഗ്രേറ്റഡ് ബോഡി ഫങ്ഷൻസ് വരെ ഭംഗിയായിട്ട് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ഫിസിയോളജി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ബെസ്റ്റ് റെഫറൻസ് ബുക്കായിട്ട് നമുക്ക് ഈ കൈറ്റൺ ആൻഡ് ഹാളിൻ്റെ ഈ ഒരു ബുക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ നെക്സ്റ്റ് ഏരിയയാണ് നമ്മുടെ ബയോ കെമിസ്ട്രി. അപ്പോൾ നമ്മളെല്ലാവരും ബയോ കെമിസ്ട്രി നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ലെനിഞ്ചറുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോ കെമിസ്ട്രി. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് തന്നെയാണ് നിങ്ങൾ നമ്മുടെ HSST എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടത്. ലെനിഞ്ചേഴ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ബയോ കെമിസ്ട്രി. അതായത് ബയോ കെമിസ്ട്രിയിൽ നമ്മുടെ ബയോമോളിക്യൂൾസ് മുതൽ മെറ്റബോളിസം വരെയുള്ള കാര്യങ്ങൾ വളരെ നമുക്ക് ഈസി ആയിട്ട് നല്ല ഇലിസ്ട്രേഷൻസിൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടി ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബയോ കെമിസ്ട്രിയിലെ ഓരോ ഏരിയയും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഈ ഒരു ബയോ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ദെൻ ബയോ കെമിസ്ട്രിയിലെ മറ്റൊരു നല്ല റെഫറൻസ് ബുക്കാണ് വാട്സൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. നമ്മളെ ലെനിഞ്ചറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെ ബയോ കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട എല്ലാ കോൺസെപ്റ്റുകളും വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റെഫറൻസ് ബുക്കാണ് വാട്സൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോ കെമിസ്ട്രി. ഈ ബുക്കും നിങ്ങൾക്ക് നല്ലൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. ദെൻ മറ്റൊരു ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നിക്സ് ഓഫ് ബയോ കെമിസ്ട്രി ആൻഡ് മോളിക്കുലാർ ബയോളജി. വിൽസൺ ആൻഡ് വോൾക്കേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ബയോ കെമിസ്ട്രി ആൻഡ് മോളിക്കുലാർ ബയോളജി. കുറച്ചും കൂടെ നമ്മൾ ഈ ബയോ ടെക്നിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ബയോ കെമിക്കൽ ടെക്നിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ബുക്കിനകത്ത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏരിയകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടി ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മളെ മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3ൽ മൈക്രോബയോളജിയും അതുപോലെ ഇമ്മ്യൂണോളജിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മൈക്രോബയോളജിയും ഇമ്മ്യൂണോളജിയും നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു റെഫറൻസ് ബുക്കാണ് നമ്മുടെ പ്രസ്കോട്ടിൻ്റെ മൈക്രോബയോളജി. നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന കുട്ടികളും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവരൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ പ്രസ്കോട്ടിൻ്റെ മൈക്രോബയോളജി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അതിനകത്ത് നമ്മൾ മൈക്രോബിയൽ സ്ട്രക്ചർ, അതുപോലെ ജെനറ്റിക്സ്, ഫിസിയോളജി, ഇക്കോളജി, പാത്തോജെനിസിസ്, അപ്ലൈഡ് ഫീൽഡ്സ്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഏരിയയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈക്രോബയോളജിയുടെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ദെൻ ഇമ്മ്യൂണോളജി നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്ത്, ഇമ്മ്യൂണോളജിയിലെ ഓരോ ഏരിയ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു റെഫറൻസ് ബുക്കാണ് നമ്മുടെ ഇമ്മ്യൂണോളജി ബൈ ക്യുബയുടെ ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. നമ്മുടെ ഇമ്മ്യൂണോളജിയിലെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, അതുപോലെ നമ്മുടെ ഇമ്മ്യൂണോളജിയിലെ സെല്ലുലാർ മെക്കാനിസംസ്, മോളിക്കുലാർ മെക്കാനിസംസ്, അതിൻ്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഇമ്മ്യൂണോളജി റെഫറൻസ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഗൈഡുകളെയൊന്നും ആശ്രയിക്കാതെ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് മാക്സിമം ഇത്തരത്തിലുള്ള റെഫറൻസ് ബുക്കുകളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ നമ്മുടെ മോഡ്യൂൾ 4 ആണ്. മോഡ്യൂൾ 4ൽ വരുന്നത് സെൽ, മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി. ഈ 3 ഏരിയയും നമ്മുടെ മോഡ്യൂൾ 4നകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന ഏരിയ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മികച്ചൊരു റെഫറൻസ് ബുക്കാണ് മോളിക്കുലാർ ബയോളജി ഓഫ് ദി ജീൻ. നമ്മുടെ നോബൽ ലോറേറ്റ് ആയിട്ടുള്ള ജെയിംസ് ഡി വാട്സൻ്റെ മോളിക്കുലാർ ബയോളജി ഓഫ് ദി ജീൻ. നമ്മുടെ മോളിക്കുലാർ ബയോളജി, അതുപോലെ ജെനറ്റിക്സ്, DNA റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ജീൻ റെഗുലേഷൻ, ഈ പറയുന്ന എല്ലാ കോൺസെപ്റ്റുകളും വളരെ സിമ്പിളായിട്ട് ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് മോളിക്കുലാർ ബയോളജി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മോളിക്കുലാർ ബയോളജി ബൈ ട്രോപ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് മോളിക്കുലാർ ബയോളജി. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ വാട്സൻ്റെ റെഫറൻസ് ബുക്ക് പോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോളിക്കുലാർ ബയോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു ബുക്കും നമുക്ക് റെഫറൻസ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാം. ദെൻ ഈ മോഡ്യൂളിനകത്ത് നിങ്ങൾ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു റെഫറൻസ് ബുക്കാണ് കാർപ്സിൻ്റെ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി.
കാർപ്സ്, സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി. നമ്മുടെ സെൽ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മോളിക്കുലാർ ബയോളജിയുമായി ബന്ധപ്പെട്ട കണ്ടന്റും ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 ടെക്സ്റ്റ് ബുക്കുകളും നമുക്ക് ഈ മോളിക്കുലാർ ബയോളജിയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ സെൽ ബയോളജിയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കാർപ്സിൻ്റെ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കും ഉപയോഗിക്കാവുന്നതാണ്. ദെൻ നമ്മുടെ മോളിക്കുലാർ ബയോളജിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട റെഫറൻസ് ബുക്കാണ് ബെഞ്ചമിൻ ലെവിൻ്റെ ജീൻസ്. ലെവിൻസ് ജീൻസ്. ഈ ഒരു ബുക്ക് നമുക്ക് ജെനറ്റിക്സിലെ കണ്ടന്റ് ഏരിയ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അതുപോലെ മോളിക്കുലാർ ബയോളജിയിലെ ഏരിയ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമുക്കൊരു റെഫറൻസ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാം. ഏകദേശം നമ്മുടെ മോളിക്കുലാർ ജെനറ്റിക്സിലെയും അതുപോലെ ജീനോമിക്സിലെയും മോളിക്കുലാർ ബയോളജിയിലേക്ക് അപ് ടു ഡേറ്റ് ഡാറ്റ അടങ്ങിയിട്ടുള്ള ബുക്കാണ് ലെവിൻസിൻ്റെ ഈ ജീൻസ് എന്ന് പറയുന്ന റെഫറൻസ് ബുക്ക്. ദെൻ നമ്മുടെ ഈ മോഡ്യൂളിലെ ബയോടെക്നോളജി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു റെഫറൻസ് ബുക്കാണ് മോളിക്കുലാർ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA. നമ്മുടെ ബയോടെക്നോളജി എന്ന് പറയുന്ന ഏരിയയിൽ കൊടുത്തിട്ടുള്ള ആ സിലബസിനകത്ത് കുറച്ച് പ്രധാനപ്പെട്ട ഏരിയകൾ നമ്മളതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അവിടെ ഉപയോഗിക്കാം. ഗ്ലിക് ആൻഡ് പാസ്റ്റർനാക്സ് മോളിക്കുലാർ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA. നമ്മുടെ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, മെത്തഡോളജീസ്, റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഇൻ ഇൻഡസ്ട്രി, മെഡിസിൻ, അഗ്രികൾച്ചർ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടൻ്റൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ബുക്കിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വായിച്ച് മനസ്സിലാക്കാനൊക്കെ കുറച്ചും കൂടെ ഈസിയാണ്. നെക്സ്റ്റ് നമ്മളെ മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 5 ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടൻ്റാണ് ജെനറ്റിക്സ് ആൻഡ് ഡെവലപ്മെൻ്റൽ ബയോളജി. ജെനറ്റിക്സും ഡെവലപ്മെൻ്റൽ ബയോളജിയാണ് മോഡ്യൂൾ 5 വരുന്നത്. അതിനകത്ത് ജെനറ്റിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന റെഫറൻസ് ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ജെനറ്റിക്സ്. സ്നെസ്റ്റാഡിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും ജെനറ്റിക്സിലെ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സ് മുതൽ, അതായത് നമ്മുടെ മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് മുതൽ മോഡേൺ മോളിക്കുലാർ ആൻഡ് പോപ്പുലേഷൻ ജെനറ്റിക്സ് വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റെഫറൻസ് ബുക്കാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ജെനറ്റിക്സ്. അതുപോലെ തന്നെ ജെനറ്റിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ജീൻസ് എന്ന് പറയുന്ന ബുക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഈ മോഡ്യൂളിൽ വരുന്ന മറ്റൊരു ഏരിയയാണ് നമ്മുടെ ഡെവലപ്മെൻ്റൽ ബയോളജി. അപ്പോൾ ഈ ഡെവലപ്മെൻ്റൽ ബയോളജി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത് ഗിൽബർട്ടിൻ്റെ ഡെവലപ്മെൻ്റൽ ബയോളജിയാണ്. ഗിൽബർട്ട്സ് ഡെവലപ്മെൻ്റൽ ബയോളജി. ഇതിൽ നമ്മുടെ മെക്കാനിസം ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, സ്റ്റെം സെൽസ്, റീജനറേഷൻ, എവല്യൂഷൻ ഓഫ് ഡെവലപ്മെൻ്റൽ പ്രോസസ്, മെഡിക്കൽ ഇംപ്ലിക്കേഷൻസ്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഈ ഒരു ബുക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മളെ മോഡ്യൂൾ 6 ആണ്. മോഡ്യൂൾ 6 ഇക്കോളജി, ഇത്തോളജി, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ മോഡ്യൂൾ 6 വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡ്യൂൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇക്കോളജിയിലെ ഏരിയ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇക്കോളജി ഗ്ലോബൽ ഇൻസൈറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ്. പീറ്റർ സ്റ്റില്ലിങ്സിൻ്റെ ഇക്കോളജി ഗ്ലോബൽ ഇൻസൈറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ്. ഇതിനകത്ത് നമ്മുടെ ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ്സ്, അതുപോലെ റിസർച്ച് മെത്തേഡ്സ്, കേസ് സ്റ്റഡീസ്, കറൻ്റായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്ക് ഈ ബുക്കിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഇക്കോളജിയിലെ മറ്റൊരു റെഫറൻസ് ബുക്കാണ് എലമെൻറ്റ്സ് ഓഫ് ഇക്കോളജി എന്ന് പറയുന്നത്. സ്മിത്ത്സ് എലമെൻറ്റ്സ് ഓഫ് ഇക്കോളജി. ഇതും നമുക്ക് ഇക്കോളജി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു റെഫറൻസ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാം. ദെൻ നമ്മൾ ഈ മോഡ്യൂളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മുടെ ഇത്തോളജി എന്ന് പറയുന്ന ഭാഗം. ആ ഒരു ഭാഗം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബുക്കാണ് ആനിമൽ ബിഹേവിയർ ബൈ ജോൺ ആൽകോക്ക്. ആൽകോക്സ് ആനിമൽ ബിഹേവിയർ. അതായത് നമ്മുടെ ആനിമൽ ബിഹേവിയറിൻ്റെ മെക്കാനിസംസ്, ഡെവലപ്മെൻറ്റ്, എവല്യൂഷൻ, അതിൻ്റെ ഫങ്ഷൻസ്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ സിമ്പിളായിട്ടാണ് ഏകദേശം കണ്ടൻറ്റൊക്കെ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ബേസിക് കോൺസെപ്റ്റ് മുതൽ അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സിലബസിനകത്തുള്ള ഏകദേശം ഏരിയയൊക്കെ നമുക്ക് ഈ ഒരു ബുക്കിലൂടെ കവർ ചെയ്യാനും പറ്റുന്നുണ്ട്. ദെൻ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബുക്കാണ് ഇൻട്രഡക്ടറി ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ചാപ്പിൻ്റെ ഇൻട്രഡക്ടറി ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിനകത്ത് നമ്മുടെ ഫൗണ്ടേഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ് മുതൽ നമ്മുടെ ഏകദേശം നമ്മളതിൻ്റെ അപ്ലിക്കേഷൻസ്, നമ്മുടെ ബയോളജിക്കൽ ഹെൽത്ത് സയൻസിലുള്ള അപ്ലിക്കേഷൻസ് വരെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ബയോസ്റ്റാറ്റിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മുതൽ നമ്മൾ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബയോസ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വരെ നിങ്ങൾക്ക് ഈ ഒരു ബുക്കിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ഈ മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ബയോഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ ഈ ബയോഫിസിക്സ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബുക്കാണ് അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഇൻ ബയോഫിസിക്സ്. അരോണ്ടോ അലോൺസോസ് അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഇൻ ബയോഫിസിക്സ്. അതായത് ഏകദേശം നമ്മളെ ബയോഫിസിക്കൽ മെത്തേഡ്സ് എല്ലാം വളരെ സിമ്പിളായിട്ട് ഭംഗിയായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബയോഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു റെഫറൻസ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് റെഫറൻസ് ബുക്കുകൾ നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ HSST സുവോളജിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സിലബസിലൂടെ കടന്നു പോകുമ്പോൾ മാക്സിമം നമ്മൾ ഈ പറഞ്ഞ റെഫറൻസ് മെറ്റീരിയൽസിലൂടെ കടന്നു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇത് മാത്രമല്ല, ഒരുപാട് മറ്റ് റെഫറൻസ് ബുക്കുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് ബുക്കുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ ബുക്കുകളൊക്കെ നമ്മൾ അത്യാവശ്യം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റെഫറൻസ് മെറ്റീരിയൽസ് ആണ്. ഇനി ഇതുകൂടാതെ നമ്മൾ ഒരുപാട് ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ബുക്കുകളെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ ഡിഗ്രിക്കും PGക്കൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ബുക്കുകളായിരിക്കും. അത്തരം ബുക്കുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള രീതിയിൽ നമ്മൾ HSST എക്സാമിനെ കാണുന്ന സമയത്ത് കുറച്ചും കൂടെ തരത്തിലുള്ള നല്ല റെഫറൻസ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം.